പോകുന്നു. മേജർ വിജയ് ഭാർഗവ്, ഇതൊരു ലിമിറ്റഡ് വാർഫെയർ ആണ് എന്ന് തന്നെയാണ് നമ്മൾ പറയുക. പരിമിതമായ യുദ്ധം എന്ന അർത്ഥത്തിൽ പറയണം. 4 സംസ്ഥാനങ്ങളിലെ പ്രധാനപ്പെട്ട അതിർത്തി വില്ലേജുകളിലും എയർബേസുകളിലേക്കും തുടർച്ചയായിട്ട് ഡ്രോണും മിസൈലും വർഷിച്ചുകൊണ്ടാണ് പാകിസ്ഥാൻ നമ്മളുടെ പ്രതിരോധ ശേഷിയെ പരീക്ഷിച്ചത്. അതിൽ പൂർണ്ണ വിജയം ഇതാണ്. 100% നമ്മൾ വിജയിച്ചു. ഒരു എയർബേസിനും സാരമായ കേടുപാടുകൾ വരുത്താൻ പാകിസ്ഥാൻ ഡ്രോണുകൾക്കോ മിസൈലുകൾക്കോ സാധിച്ചിട്ടില്ല എന്നതാണ് വസ്തുത. പക്ഷേ നമ്മൾ ഈ സാങ്കേതികമായി ഇപ്പോൾ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിരിക്കുന്നു. ഇപ്പോൾ പാകിസ്ഥാൻ്റെ ലാഹോർ എയർബേസിൽ HQP9 എന്ന് പറയുന്ന ഒരു എയർ ഷീൽഡാണ് അവർക്കുള്ളത്, അഥവാ ആൻറ്റി മിസൈൽ സിസ്റ്റമാണുള്ളത്. നമ്മുടെ ഇത് കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആണ്. നമുക്ക് S-400 ഉണ്ട്, ആകാശ് സംവിധാനമുണ്ട്, അതേപോലെ L-70 ആൻറ്റി ക്രൂയിസ് മിസൈൽ ഗൺസ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മളെ സംബന്ധിച്ച് സാങ്കേതികമായി പാകിസ്ഥാന് മേൽ കുറച്ചുകൂടി അഡ്വാൻറ്റേജ് നൽകുന്ന ഒന്നാണ്. നേരത്തെ നമ്മൾ ചർച്ചയിൽ പറഞ്ഞതുപോലെ പാകിസ്ഥാൻ്റെ കരുത്ത് എന്ന് പറയുന്നത് കരസേനയും എയർഫോഴ്സുമാണ്. പക്ഷേ ആ എയർഫോഴ്സിന് കടന്നു വരാൻ കഴിയാത്ത വിധം ശക്തമായി നമ്മളുടെ ആകാശ മേഖല പൂർണ്ണമായിട്ടും ഫോർട്ടിഫൈഡ് ആണ്, കോട്ട കെട്ടിയിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. താങ്ക്സ് ടു S-400, താങ്ക്സ് ടു ആകാശ്. അപ്പോൾ ഇത് ഈ വാർഫെയറിൽ ഏറ്റവും കൂടുതൽ നമ്മൾ സാധാരണ ഈ ഗൾഫ് യുദ്ധമൊക്കെ ഉണ്ടാകുന്ന സമയത്ത് പേട്രിയറ്റിനെ കുറിച്ച് പറയാറുണ്ട്, സ്കഡ് മിസൈലുകളെ കുറിച്ച് പറയാറുണ്ട്. അതേപോലെ S-400ഉം ആകാശ് മിസൈലും ഒക്കെ ഇന്ത്യയെ സംബന്ധിച്ച് ഈ വാർഫെയറിലെ പ്രധാനപ്പെട്ട എക്യുപ്മെൻറ്റുകളായിട്ട് മാറുന്നു. ഇനി 2ഓളം S-400 സിസ്റ്റം വരാനിരിക്കുന്നു ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം. ഇന്ത്യയുടെ തന്നെ വാർഫെയറിൽ ഏറ്റവും പ്രധാനപ്പെട്ട ബ്രഹ്മോസ് ഒന്നും പുറത്തെടുത്തിട്ടില്ല. അതിനു മുൻപ് തന്നെ ഇന്ത്യ കാര്യമായിട്ട് മിസൈലുകളെ അയച്ചിട്ടില്ല പാകിസ്ഥാനിലേക്ക് എന്നാണ് മനസ്സിലാക്കുന്നത്. ലിമിറ്റഡായ ചില ഡ്രോണുകളാണ് നമ്മൾ അയച്ചിരിക്കുന്നത്. അപ്പോൾ ആ അർത്ഥത്തിൽ ഇതൊരു സാങ്കേതികമായി ഇന്ത്യയുടെ മികവ് വിളിച്ചോതുന്ന ഒരു ലിമിറ്റഡ് വാർഫെയർ ആയിരുന്നു. അത് പാകിസ്ഥാന് ബോധ്യപ്പെട്ടോ ഇന്ത്യയുമായി ഇനി അങ്ങനെ ഏറ്റുമുട്ടിയാൽ അത്ര എളുപ്പം കാര്യങ്ങൾ തങ്ങൾക്ക് അനുകൂലമാവില്ല എന്ന്? ഡോക്ടർ അരുൺ, ഇത് പാകിസ്ഥാനിന് മുന്നേ അറിയുന്ന കാര്യമാണ്. ഇന്ത്യ അടുത്ത് ഏറ്റുമുട്ടിക്കഴിഞ്ഞാൽ ഇതേ സംഭവിക്കുള്ളൂ എന്നുള്ളത്. അതുകൊണ്ടാണ് അവരെപ്പോഴും ഒരു ഇറഗുലർ വാർഫെയറിലാണ് അവർ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ഇപ്പം നമ്മൾ എവിടെ കാർഗിൽ തൊട്ട് നോക്കിയോളൂ. കാർഗിൽ തൊട്ട് പരാക്രം മുതൽ 2016 പഠാൻകോട്ട് അറ്റാക്ക്, 2016 ഉറി, 2019 എല്ലാത്തിലും അവരുടെ ഒരു ഇറഗുലേഴ്സ് കൂടെ ഉണ്ടാവും. അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ മിലിറ്റൻസ്, ജെയ്ഷെ മുഹമ്മദ് ആയിക്കോട്ടെ, ലഷ്കർ ഇ തോയ്ബ ആയിക്കോട്ടെ. പിന്നെ ഇപ്പോൾ എയർഫോഴ്സിൻ്റെയും ആർമിയുടെയും കാര്യം നമ്മൾ പറഞ്ഞല്ലോ. പാകിസ്ഥാന് ക്ലിയർ ആയിട്ട് അറിയാം അവർക്കത് ചെയ്യാൻ പറ്റില്ല. അതേപോലെ തന്നെ ഡോക്ടർ മോഹൻ പറഞ്ഞ പോലെ നമുക്കിപ്പോൾ ലോകത്തിന് അറിയാം എത്രത്തോളം എഫക്റ്റീവാണ് പാകിസ്ഥാൻ്റെ എയർ ഡിഫൻസ് സിസ്റ്റം എന്ന്. പിന്നെ S-400 അത് ഡോക്ടർ മനോഹർ പാരിക്കറിൻ്റെ ടൈമിലാണ് നമ്മൾ ആ അക്വിസിഷൻ നടത്തിയത്. ആൻഡ് ഐ വുഡ് സേ വൺ ഓഫ് ദ ബെസ്റ്റ് അക്വിസിഷൻസ് വി എവർ ഹാഡ്. നമ്മൾ വെസ്റ്റേൺ ഫ്രണ്ടിൽ മാത്രമല്ല, അത് നമ്മുടെ നോർത്ത് ഈസ്റ്റേൺ ഫ്രണ്ടിലും S-400 നമ്മുടെ ഡിപ്ലോയിഡ് ആണ്. പിന്നെ ആകാശ് സിസ്റ്റംസ് ഉണ്ട്. L-70 ഈസ് എൻ ആൻറ്റി എയർക്രാഫ്റ്റ് ഗൺ. L-70 ഉണ്ട്. അതുപോലെ നമുക്ക് ZU-23 ഉണ്ട്. തങ്കുഷ്ക ഇപ്പോൾ ഫേസ് ഔട്ടായി. ഷിൽക്ക ഉണ്ട്. സോ നമ്മളടുത്ത് ഒരു ടെക്നോളജി വൈസ് നോക്കുകയാണെങ്കിൽ വി ആർ കപ്പിൾ ഓഫ് സ്റ്റെപ്സ് അഹെഡ് ഓഫ് പാകിസ്ഥാൻ. അതവർക്ക് ഉറപ്പായിട്ടും മനസ്സിലായിട്ടുണ്ട്. പിന്നെ നമ്മൾ നേവി ഞാൻ പറഞ്ഞ പോലെ നേവി നമ്മൾ തൊടണ്ട. ബിക്കോസ് ഒരു കമ്പാരിസണേ അല്ല ശരിക്കും പറയുകയാണെങ്കിൽ പാകിസ്ഥാനും ഇന്ത്യയുടെ നേവി. പക്ഷേ ഇപ്പോൾ ആൻഡ് വെസ്റ്റേൺ മീഡിയയുടെ എന്താണെങ്കിലും അവർക്കൊരു ഒരു അജണ്ട ഉണ്ട്. ഒരു എഗൈൻ ഇറ്റ്സ് എ സോർട്ട് ഓഫ് എ പ്രൊപ്പഗാൻഡ. അവരങ്ങനെ പറയുള്ളൂ. ഇപ്പോൾ റോയിട്ടേഴ്സ് ആണെങ്കിലും അല്ലെങ്കിൽ അൽ ജസീറ ആണെങ്കിലും അവർക്കൊരു അജണ്ട പറയാനുണ്ട്. അപ്പോൾ അവരങ്ങനെ പറയും ഇന്ത്യ മുട്ടുമടക്കുന്നു. പക്ഷേ വി ഓൾ നോ വാട്ട് ഹാപ്പൻ, എന്താണ് സംഭവിച്ചത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന. നിലവിൽ പാകിസ്ഥാൻ പറയാൻ ഒരു തരത്തിലുള്ള അവകാശവും ഒരു മീഡിയയ്ക്കുമില്ല എന്നതാണ് മിനിസ്റ്റർ ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ് പറഞ്ഞിരിക്കുന്നത്. അല്ല, പക്ഷെ അവരങ്ങനെയാണ് സാധ്യതയുള്ളത്. ശരിയാണ്, നേരത്തെ റിപ്പോർട്ട് ചെയ്തത്. അല്ല പക്ഷെ അതെ പിന്നെ അവരുടെ പ്രൊപ്പഗാൻഡയും ഇങ്ങനെ തന്നെയാണ്. ഇന്ത്യ ആണ് ഇതാക്കിയത്, ഇന്ത്യ ആണ് അടിയറവ് പറഞ്ഞതെന്ന് തന്നെ അവർ പറയുള്ളൂ. ഇനിയിപ്പോൾ എക്സിൽ നോക്കിക്കഴിഞ്ഞാൽ ഫ്ലഡ് ആയിരിക്കും പാകിസ്ഥാൻ. അൾട്ടിമേറ്റ്ലി നമ്മളുടെ മുന്നിൽ തെളിവുകളുണ്ട്. ആ തെളിവുകളാണ് ചിത്രങ്ങളായി കൃത്യമായ പ്രസ് മീറ്റിംഗിൽ ഡിഫൻസ്. ഇതിൽ പ്രശ്നം എന്താണെന്നറിയോ? പറയൂ വിജയ്. ഇതിൽ പ്രശ്നം എന്താണെന്നറിയോ? കുറച്ച് പേരെങ്കിലും ഇത് വിശ്വസിക്കും. ഇപ്പോൾ ഇന്ന് ഫോർ എക്സാമ്പിൾ ആലോചിച്ച് നോക്കൂ. ഇന്ന് ഇപ്പോൾ ഡി എസ്കലേഷൻ നടന്നില്ല, സീസ് ഫയർ നടന്നില്ല.
ഇപ്പോൾ നമ്മുടെ നാട്ടിലിരിക്കുന്ന അല്ലെങ്കിൽ പോട്ടെ ആ 4 സ്റ്റേറ്റ്സിലുള്ള 5 സ്റ്റേറ്റ്സ് ബോർഡർ സ്റ്റേറ്റ്സ് വിട്ടോളൂ. ഒരു മധ്യപ്രദേശ് അല്ലെങ്കിൽ ആന്ധ്രാപ്രദേശ് അല്ലെങ്കിൽ കേരളയിലിരിക്കുന്ന ആൾക്ക് ഈ പ്രൊപ്പഗാൻഡ മനസ്സിലാവണമെന്നില്ല. അപ്പോൾ അവരെന്താവും, അവരെ മൊറാല് ഭയങ്കരമായിട്ട് ലോ ആവും. അപ്പോൾ അവർ പറയും അയ്യോ നമ്മുടെ ആർമി എന്ത് ചെയ്യുന്നു, നമ്മുടെ എയർഫോഴ്സ് എന്ത് ചെയ്യുന്നു, ഗവൺമെൻറ് എന്ത് ചെയ്യുന്നു, ആ ഒരു പാനിക് സെറ്റിൻ ചെയ്യും. അപ്പോൾ അവരുടെ ഒരു വിശ്വാസം നഷ്ടപ്പെടും. പിന്നെ ഫോർ എക്സാമ്പിൾ ആർമിയെ ആലോചിച്ച് നോക്കൂ. ഇപ്പോൾ മധ്യപ്രദേശിൽ ഇരിക്കുന്ന ഒരു റിസർവ് ബറ്റാലിയൻ ഇരിക്കുകയാണെന്ന് വെച്ചോളൂ. അവർക്ക് മുന്നോട്ട് പോകണം, ഒരു ഓർഡർ വന്നു കഴിഞ്ഞാൽ അവർ മുന്നോട്ട് മൊബിലൈസ് ചെയ്യേണ്ടി വരും. അപ്പോൾ അവർ ഈ പ്രൊപ്പഗാൻഡ കാണുമ്പോൾ എന്താ വിചാരിക്കുക, അയ്യോ എൻ്റെ സോൾജേഴ്സിന് ഇങ്ങനെ പറ്റിയോ. അതാണ് ദാറ്റ് ഈസ് ദ പ്രൊപ്പഗാൻഡ വാർഫെയർ ദാറ്റ് ദേ ആർ ഡൂയിങ്. മൊറാൽ തകർക്കുക, ഒരു കൺട്രിയുടെ മൊറാൽ തകർക്കണം എന്നുള്ളതാണ് അവരുടെ വാർഫെയർ. അതേ അവരിനി റിസോർട്ട് ചെയ്യുള്ളൂ. പിന്നെ ഇറഗുലേഴ്സ്, അത് നമുക്കറിയാലോ, അവർ ആക്സെപ്റ്റ് ചെയ്യില്ല. ഒസാമ ബിൻ ലാദൻ അവരുടെ പാകിസ്ഥാൻ അക്കാഡമിയുടെ ഒരു 800 മീറ്റർ അപ്പുറത്തുനിന്നാണ് അമേരിക്ക എടുത്തുകൊണ്ട് പോയത്. ഹാഫിസ് സയ്യിദ് ഉണ്ട്, മസൂദ് അസർ ഉണ്ട്, അവരെല്ലാം അവിടെ ഉണ്ട്. ആബ്സല്യൂട്ട്ലി മസൂദ് അസർ ഒക്കെ അവിടെ ഉണ്ട്. അവർ പക്ഷേ ആക്സെപ്റ്റ് ചെയ്യുന്നില്ലല്ലോ. അവരുടെ മിനിസ്റ്റേഴ്സ് എന്താ പറയുന്നത്, നമ്മുടെ വി ഡോണ്ട് സപ്പോർട്ട് ടെററിസം, വി വോണ്ട് പീസ് എന്നല്ലേ. അവരായി ഈ നെറേറ്റീവ് തുടർന്നുകൊണ്ടിരിക്കും. ബട്ട് ദെൻ വേൾഡ് ഹാസ് സീൻ, പാകിസ്ഥാൻ ഹാസ് സീൻ വാട്ട് ഇന്ത്യ ഈസ് കേപ്പബിൾ ഓഫ്, ആൻഡ് we are impenetrable from the skies.